സാങ്കേതിക ലോകത്തിൻ്റെ ശ്രദ്ധ ഇനി ഏതാനും ദിവസങ്ങൾ ന്യൂഡൽഹിയിലാവും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തെ ആഗോള ശക്തിയാകാനുള്ള ഇന്ത്യയുടെ കുതിപ്പിന് കരുത്തു പകരുന്ന ഇന്ത്യ AI ഇമ്പാക്ട് സമ്മിറ്റ് 2026 തിങ്കളാഴ്ച തലസ്ഥാന നഗരിയിൽ തുടക്കമായി. ഭാരത് മണ്ഡപത്തിൽ 5 ദിവസങ്ങളിലായാണ് ഉച്ചകോടി നടക്കുന്നത്. സർവജനഹിതായ സർവജന സുഖായ, എല്ലാവരുടെയും ക്ഷേമത്തിനും സന്തോഷത്തിനും വേണ്ടി എന്ന ആപ്തവാക്യവുമായാണ് ഇന്ത്യ ഈ ഉച്ചകോടിക്ക് വേദിയൊരുക്കുന്നത്. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും 15-ലധികം രാഷ്ട്രത്തലവന്മാരും പങ്കെടുക്കുന്ന ഈ സമ്മേളനം ഗ്ലോബൽ സൗത്തിൽ ആദ്യമായാണ് നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഫെബ്രുവരി 19 വൈകുന്നേരം 5 പ്രധാനമന്ത്രി നരേന്ദ്രമോദി AI ഇമ്പാക്ട് എക്സ്പോ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകോടിയുടെ പ്രധാന സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ലോകത്തെ പ്രമുഖ ടെക് ഭീമന്മാരുടെ സംഗമവേദി കൂടിയാണിത്. OpenAI CEO സാം ഓൾട്ട്മാൻ, ഗൂഗിളിൻ്റെ സുന്ദർ പിച്ചൈ, ആന്ത്രോപ്പിക്കിൻ്റെ ഡാരിയോ അമോഡി തുടങ്ങിയവർക്കൊപ്പം റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി മുകേഷ് അംബാനിയും ഉച്ചകോടിയിലെ പ്രധാന സാന്നിധ്യമാണ്. തിങ്കളാഴ്ച പ്രധാന പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയം ഭാരത് റെഡിനെസ് അസസ്മെൻറ്റ് മെത്തഡോളജി അഥവാ RAM എന്നറിയപ്പെടുന്ന റിപ്പോർട്ടാണ്. യുനെസ്കോയും ഇന്ത്യ AI മിഷനും സംയുക്തമായാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. IT ഭീമനായ മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകൻ ബിൽ ഗേറ്റ്സും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. കൃഷി, വിദ്യാഭ്യാസം, ചെറുകിട സംരംഭങ്ങൾ തുടങ്ങിയ മേഖലകളിൽ AI എങ്ങനെ മാറ്റം കൊണ്ടുവരുമെന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഭാരത് മണ്ഡപത്തിൽ നടക്കും. 800-ലധികം പ്രദർശകരാണ് തങ്ങളുടെ AI ഉൽപ്പന്നങ്ങളുമായി എക്സ്പോയിൽ അണിനിരക്കുന്നത്. സുരക്ഷിതവും ഉത്തരവാദിത്വമുള്ളതുമായ ഒരു AI നയം ലോകത്തിന് മുൻപിൽ സമർപ്പിക്കാനാണ് ഇന്ത്യ ഉച്ചകോടിയിലൂടെ ലക്ഷ്യമിടുന്നത്.